ഡോൺ ഫീഡ് യുവർ ഈഗോ. ഈ ഈഗോ ചുമ്മാ അങ്ങ് വളർന്നു വലുതാകത്തൊന്നുമില്ല. നമ്മൾ അതിന് ഫുഡ് കൊടുക്കുന്ന പോലെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആഹാരം കൊടുത്തോണ്ടിരിക്കുക. ഈ കൊടുക്കും തോറും ഇത് വളരും. അതേസമയം നമ്മൾ ബോധവാനായിട്ട് നമ്മളൊന്ന് അവെയറായാൽ മതി. നമുക്ക് ഈഗോ നമ്മളുണ്ടാവുമല്ലോ, ഞാൻ എൻ്റേത് എന്നുള്ള തോന്നൽ വരും. അതാണ് ഈഗോ. അത് ഒന്ന് നിരീക്ഷിച്ചാൽ മതി, ആ ഈഗോ ഇല്ലാതാവും. അത് വേറെ ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടി നോക്കണം. അത് ഉറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അതിങ്ങനെ വേറെ ഇറക്കാൻ നോക്കും, പക്ഷെ നമ്മൾ അതിന് സമ്മതിക്കരുത്. അതിനാണ് ഞാൻ പറയുന്നത് ഫീഡ് ചെയ്യരുത്. അപ്പൊ നമ്മൾ അവെയറായിട്ട് നിന്നാൽ മതി. പതുക്കെ ഈഗോ അപ്രത്യക്ഷമാവും. നിഴല് പോലെയാണ്. നിഴൽ അവിടെ ഇല്ല. സത്യത്തിൽ വെട്ടത്തിന്റെ അഭാവമാണ്. അതിന് നിലനിൽപ്പില്ല, അസ്തിത്വമില്ല. അതാണ് ഈഗോ. അപ്പൊ ഇല്ലാത്ത ഈഗോ നമ്മൾ ഉണ്ടായി വരിക. നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രശ്നമാണത്. അപ്പൊ ആ ഈഗോയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഈഗോ അപ്രത്യക്ഷമായി പോകും. അങ്ങനെ ഈഗോ ഇല്ലാത്ത വ്യക്തിയായി മാറുക വേണ്ടേ. ഈഗോ നമുക്ക് സൊസൈറ്റിയിൽ ഇടപെട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഫോം ആകുന്ന, അങ്ങനെ ഫോമായി നമുക്ക് ഈഗോ ശക്തി പ്രാപിക്കും. ഈഗോ നമ്മുടെ ശത്രുവാണ്. നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. നമുക്ക് രോഗിയാവും, പ്രഷറാവും, മറ്റു അസുഖങ്ങളെല്ലാം വരും. ഈഗോ വളരാക്ക് വലിഞ്ഞു മുറുകുക. നമ്മൾ റിലാക്സ്ഡ് അല്ല. ഈഗോ നമ്മളെ കൊല വിളിക്കും. നമ്മുടെ തന്നെ ഈഗോ. നമുക്ക് ഒരു ടീം ലീഡർ ആകാനൊന്നും പറ്റത്തില്ല. ആ ഈഗോ അവിടെ കളിക്കും. ആ ടീം വളരത്തില്ല. നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ദുരിതമായി ഉള്ളത് കൊണ്ട് ഗുണമൊന്നുമില്ല.